അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, MSM കാസർഗോഡ് റംസാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തറാവീഹ് റമളാനിലെ ഇബാദത്തുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇബാദത്താണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മിൻ അഅ്ലമിൽ ഇബാദാത്തി അല്ലതി യതഖറബു ബിഹൽ അബ്ദു ഇലാ റബ്ബിഹി. നമ്മൾ ക്ഷീണിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നാഹാരം ഉപേക്ഷിച്ചുകൊണ്ട്, ശഹവത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് തുറന്ന് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ആ വിശപ്പിന് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന വേളയിൽ ഇശാ ബാങ്ക് കൊടുക്കുന്നു, ഇശാ ജമാഅത്ത് കഴിയുന്നു, എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിക്കുകയാണ്. ഈ നമസ്കാരത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ്. അല്ലത്തി യതഖറബു ബിഹൽ അബ്ദു ഇലാ റബ്ബിഹി ഫി ഹാദ ശഹർ. റമദാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരടിമക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണെന്ന്. അതുകൊണ്ട് തന്നെ മഹാനായ ഹാഫിള് ഇബ്നു റജബ് റഹ്മത്തുള്ള പറയാണൽ ഹാഫിള് ഇബ്നു റജബ് റഹ്മത്തുള്ള വഅലം അറിയണം അനൽ മുഅ്മിന യജ്തമിഉ ലഹു ഫീ ശഹരി റമളാന ജിഹാദാനി ലിനഫ്സിഹി. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ജിഹാദുകളാണ് റമളാൻ മാസത്തിൽ ഒരുമിച്ച് കൂടുന്നത്. ജിഹാദും ബിൻ നഹാരി അല സിയാം, പകലന്തിയോളം അവൻ ഇംസാക്ക്, തന്നെ നിയന്ത്രിച്ചുകൊണ്ടുള്ള പകലുള്ള നോൻപ് വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു ജിഹാദ്. സമരമാണത്. നമുക്ക് ഭക്ഷണത്തിൻ്റെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ കഴിക്കുന്നില്ല. പ്രത്യേകിച്ച് ചൂടുകാലത്ത് വെള്ളം നമുക്ക് ആവശ്യമാണ്, പക്ഷെ വെള്ളം കുടിക്കുന്നില്ല. ഷഹവത്ത്, വികാരങ്ങൾ നമ്മൾ നല്ലോണം നിയന്ത്രിക്കുന്നുണ്ട്. വികാരത്തിനെ നാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇതൊക്കെ ചെയ്ത പകൽ ജിഹാദ് നടത്തുകയാണ്, ധർമ്മസമരം നടത്താണ്. നമ്മൾ ഒരു സമരം നടത്തുകയാണ്. നമ്മൾ ശരീരത്തോട് ഒരു സമരം നടത്തുകയാണ്. എല്ലാം നിയന്ത്രിക്കാൻ പഠിക്കുകയാണ്. അതൊരു ജിഹാദായിട്ടാണ് അൽ ഹാഫിള് ഇബ്നു റജബ് റഹ്മത്തുള്ള പറയുന്നത്. വ ജിഹാദും ബില്ലൈലി അലൽ ഖിയാം. അങ്ങനെയുള്ള നമ്മൾ വൈകുന്നേരമായി നോമ്പ് തുറന്ന് ഇശാ ആയി, എന്നിട്ട് നമ്മൾ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. അതും ഒരു ജിഹാദാണ്. കാരണം നമുക്ക് അത്രമാത്രം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിശ്രമിക്കാൻ തോന്നും. പക്ഷേ അവകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. മണിക്കൂറുകളോളം നമ്മൾ നിന്ന് നമസ്കരിക്കുകയാണ്. അതൊരു ജിഹാദിൻ്റെ സ്ഥാനത്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈനി, ആരെങ്കിലും ഈ രണ്ട് ജിഹാദ് ഒരുമിച്ച് കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരാളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഉഫിയ അജ്റുഹു ബിഗൈരി ഹിസാബ്, അവന് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. നബി തങ്ങളുടെ വാക്കിനാലും അത് സ്ഥിരപ്പെട്ടതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ള, ഇമാം മുസ്ലിം റഹ്മത്തുള്ളയും രേഖപ്പെടുത്തുന്നത് കാണാം. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ, ഏതെങ്കിലും ഒരു വ്യക്തി അവൻ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നിന്ന് നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പഴയ കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു അത് കാരണത്താൽ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ കാമ റമളാൻ എന്ന പദത്തെ കാമ ലയാലിയഹു മുസല്ലിയൻ, രാത്രി അവൻ റമളാനിൽ നിസ്കരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്ദീഖൻ ബി വഅദില്ലാഹി ബിസ്സവാബി അലൈഹി, അള്ളാഹുവിന് നൽകിയ പ്രതിഫലത്തെ അവൻ സത്യപ്പെടുത്തിക്കൊണ്ട്. വഹ്തിസാബൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വലബൻ ലിൽ അജ്രി ലാ ലി ഖസ്തി ആഖറ, മറ്റൊരു ആഗ്രഹവും ഇല്ലാതെ, അതായത് മിറിയാഇൻ ഔ നഹ്വിഹി, ലോകമാന്യത ജനങ്ങളെ കാണിക്കാനോ അതുപോലെയുള്ള ആഗ്രഹങ്ങളോ ഒന്നും കൂടാതെയാണ് ചെയ്യുകയാണെങ്കിലാണ് ഈ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തിക്കുക, ഉന്മേഷമുള്ളവരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.